എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി 300 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതാ ഒരു ചട്ടി ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 പീസ് പട്ട. ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പം സവോള പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി. ഇതാ ഇപ്പോൾ സവോള നല്ല രീതിയിൽ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, 1 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരേണ്ടതുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ പൊടികളെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ഈ പൊടികളെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ നല്ല രീതിയിൽ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണത്രല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നല്ലപോലെ ചിക്കനെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.